അജണ്ട ഒന്ന് വായിക്കുക പോലും ചെയ്യാതെ പാസ്സായതായി പ്രഖ്യാപിച്ച് പാലക്കാട് നഗരസഭാ അധ്യക്ഷൻ. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് പണമെടുത്ത് കെട്ടിടം നിർമ്മിച്ച പോലെയുള്ള ധാർഷ്ട്യമാണ് സംസാരത്തിൽ. സർക്കാർ വക കെട്ടിടത്തിന് BJP നേതാവിന്റെ പേരിടണം. അതും അജണ്ട പാസ്സാക്കുകയോ മറ്റ് അംഗങ്ങൾ അത് അനുകൂലിക്കുകയോ ഒന്നും ചെയ്യാതെ 28 BJP അംഗങ്ങളുടെ പിന്തുണയോടുകൂടി അത് ഞങ്ങൾ അങ്ങ് പാസ്സാക്കി. ഇവിടെ ഇനിയൊരു ചർച്ചയുമില്ല, സംസാരവുമില്ല, മാറ്റവുമില്ല. നഗരസഭ ഞങ്ങളാണ് ഭരിക്കുന്നതെങ്കിൽ കെട്ടിടത്തിന് പേരിടാൻ വേറെ ആരും വരണ്ട. ഇതാണ് ഒരു നഗരസഭ പിടിച്ചെടുത്തപ്പോൾ BJP നേതൃത്വത്തിന്റെ ധാർഷ്ട്യം. കേരളം മുഴുവൻ പിടിച്ചെടുത്താൽ പിന്നെ എന്താകും കേരളത്തിന്റെ അവസ്ഥ എന്ന് ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മനസ്സിലാക്കണം. ഇടതുപക്ഷവും UDF-ഉം ഒരേപോലെ എതിർത്തിട്ടും നഗരസഭയ്ക്കുള്ളിൽ വലിയ കോലാഹലങ്ങളും ഒച്ചപ്പാടും നടന്നിട്ടും അതൊന്നും വകവയ്ക്കാതെ ഞങ്ങളുടെ നേതാവിന്റെ പേരു മതി കെട്ടിടത്തിനെന്ന് ഉറപ്പിച്ചു തീരുമാനിച്ച് നഗരസഭാ അധ്യക്ഷൻ മുന്നോട്ട് പോയി. വായിക്കുക പോലും ചെയ്യാതെ പാസ്സാക്കിയത് തോന്നിയവാസമല്ലേ എന്ന് ചോദിക്കുന്നവരോട് ഇരിക്കാൻ ഞാൻ പറഞ്ഞു, വായിക്കാമെന്ന് പറഞ്ഞു, ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞു. അതിനവർ തയ്യാറായില്ല. ഇനിയിപ്പോൾ ഒന്നും വായിക്കാൻ മനസ്സുമില്ല എന്നാണ് ഭാഷ. ഞങ്ങൾക്ക് പ്രതിപക്ഷവും വേണ്ട, ഭരിക്കുന്ന പാർട്ടിയും വേണ്ട. നഗരസഭ BJP ആണ് ഭരിക്കുന്നതെങ്കിൽ ഇവിടെ ഏകാധിപത്യ ഭരണം മതി. BJP ഭരിക്കുന്ന ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും അവസ്ഥ ഇതുതന്നെയാണ്. മറ്റു രാഷ്ട്രീയ പാർട്ടികളെ ഒക്കെ തള്ളിക്കളഞ്ഞും ചവിട്ടി മെതിച്ചും ചതിച്ചും അവർ എന്താണോ തോന്നുന്നത് അതവർ നടപ്പിലാക്കും. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് നടപ്പിലാക്കിയ ഒരു പദ്ധതിക്ക്, ഒരു കെട്ടിടത്തിന് BJP-ക്കാരുടെ കുടുംബക്കാരുടെ പേരിടുന്നത് എന്ത് ന്യായമാണ്? സ്വന്തം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പണം ഉപയോഗിച്ച് കെട്ടിയിട്ടാണ് ഇത് പറയുന്നതെങ്കിൽ കേൾക്കാൻ കൊള്ളാം. ഇവിടെ ഒരു പ്രശ്നവും ഇല്ല എന്നും പ്രശ്നം പരിഹരിക്കാൻ മനസ്സില്ല എന്നും ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തമാണ് പേരിടുക എന്നുള്ളത്, അതിൽ മറ്റു പാർട്ടിക്കാർ ഇടപെടേണ്ട കാര്യമില്ല എന്നും ഇടപെട്ടാൽ അതനുസരിക്കാൻ ഞങ്ങളെ കിട്ടില്ല എന്നും അലറി വിളിക്കുകയാണ് നഗരസഭാ അധ്യക്ഷ. ഭിന്നശേഷി കെട്ടിടത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് നഗരസഭയിൽ കഴിഞ്ഞ കുറെ നാളായി വൻതോതിലുള്ള പ്രശ്നങ്ങളും ചർച്ചകളും നടക്കുകയാണ്. ഇത് അനുവദിച്ചു തരില്ല എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം നടത്തിയ പ്രക്ഷോഭം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വധഭീഷണി പരസ്യമായി BJP നേതൃത്വം മുഴക്കുന്നത് വരെ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചു. പൊതുനിരത്തിൽ പരസ്യമായാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കാലുകുത്തിയാൽ കാല് കാണില്ല എന്നും കഴുത്തിനു മേലെ തല കാണില്ല എന്നും BJP നേതാവ് വെല്ലുവിളിച്ചത്. ഇത് വലിയ വിവാദമാവുകയും പോലീസ് കേസെടുക്കുകയും വരെ ചെയ്തു. തുടർന്ന് BJP പ്രവർത്തകർ കോൺഗ്രസിന്റെ ഓഫീസ് ഉപരോധിക്കുകയും കോൺഗ്രസ് പ്രവർത്തകർ BJP ഓഫീസ് ഉപരോധിക്കുകയും കോൺഗ്രസ് പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിക്കുകയും വരെ ചെയ്തു. ഒരു കാരണവശാലും ഹെഡ്ഗേവാറിന്റെ പേരിടാൻ അനുവദിക്കില്ല എന്ന് ഇടതുപക്ഷവും ശക്തമായി വാദിച്ചു. എന്നാൽ ഇതിനെയൊക്കെ അട്ടിമറിച്ചുകൊണ്ടാണ് ഇന്ന് BJP നേതൃത്വം ഇടതുപക്ഷത്തിന്റെയോ വലതുപക്ഷത്തിന്റെയോ പിന്തുണ ഒന്നുമില്ലാതെ തന്നെ കെട്ടിടത്തിന് ഹെഡ്ഗേവാറിന്റെ പേരിടാനുള്ള അജണ്ട പാസാക്കിയത്. പാലക്കാട് ഇതിനെ ചൊല്ലി അതിശക്തമായ പ്രതിഷേധമാണ് കോൺഗ്രസും ഇടതുപക്ഷവും നടത്തുന്നത്. വൈകുന്നേരത്തോടുകൂടി മിക്ക നേതാക്കന്മാരും സംഭവ സ്ഥലത്ത് എത്തുമെന്നും ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കത്തിന് കാരണമാകുമെന്നുമാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.